ഒരു 20 മിനിറ്റ് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചില ആലോചനകൾ കർത്താവ് കൈമാറുകയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ അന്ന് അതിപ്രധാനമായി സംഭവിച്ച 3 സംഭവങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്നു. കല്ലറവാതുക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവളോട് ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് അറിയുന്നില്ലെന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. അവർ ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി. ആദ്യം കല്ലറയ്ക്കലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അത് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം 19 മുതലുള്ള വാക്യം. ദ സെയിം ഡേ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ സംഭവം നമ്മൾ കാണുന്നത് ഉയർപ്പിന്റെ അന്ന് നടന്ന 3-ാമത്തെ സംഭവം. ലൂക്കോസ് 24:13 മുതലുള്ള വാക്യം. അന്നു തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലയോപ്പാവ് എന്ന പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. 19-ാമത്തെ വാക്യം എല്ലാവരോടും ഒന്ന് ചേർന്ന് വായിക്കാം. ഏത് എന്ന് അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. വായിക്കാം. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഇത് സംഭവിച്ചിട്ട് അവന്റെ മരണം നടന്നിട്ട് ഇപ്പോൾ 3 ദിവസമാകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ 3 ദിവസം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് നടന്ന അതിപ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ. Praise the Lord. The pastor would like to turn all of our attention to 3 important incidents that happened on the resurrection day. The first one is John chapter 20 verse 1 to 5, which talks about Mary Magdalene goes early in the morning to the tomb of Jesus Christ. The second incident is John chapter 20 verse 19. Jesus Christ is appearing to the fearful disciples and says to them, peace unto you. And the third incident is recorded in Luke chapter 24 verse 13 onward, which talks about the Emmaus Road incident. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ വന്നു. 1-ാമത്തെ സംഭവത്തിലേക്ക് വരുന്നു. ഈ 3 സംഭവങ്ങളും 20 മിനിറ്റിനകത്ത് പ്രസംഗിക്കുവാൻ, ദൈവാലോചനകൾ അറിയിക്കാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിനം ഇതാ ഒരു സഹോദരി രാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറവാതിക്കലേക്ക് പുറപ്പെടുന്നു. ആരാണ് ആ സഹോദരി? അവൾ മഗ്ദലക്കാരത്തി മറിയമാണ്. ഇസ്രായേലിലെ മഗ്ദലം എന്ന ദേശത്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, അശുദ്ധാത്മാക്കളാൽ പിടിക്കപ്പെട്ടവൾ, 7 ഭൂതങ്ങളെയും കൊണ്ട് ജീവിതം നയിച്ചവൾ, ജീവിതത്തിന്റെ വഴിമുട്ടി ഗതിമുട്ടി പാപത്തിന്റെ പിടിയിൽ അകപ്പെട്ടവൾ, ജീവിതം തകർന്നവൾ,
എവിടെയോ എപ്പോഴോ നസ്രയനായ യേശു പാപികളെ രക്ഷിക്കുന്നുവെന്നും രോഗികളെ സൗഖ്യമാക്കുന്നുവെന്നും ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന വാർത്തയുടെ മുൻപിൽ തിരുപാദപീഠത്തിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് പാപക്ഷമ ഏറ്റെടുത്തവൾ, അശുദ്ധാത്മാക്കൾ വിട്ടുപോയവൾ. The first incident is John chapter 20 verse 1 to 5, where we find Mary Magdalene is going to the tomb of Jesus early in the morning. She is a person from the place called Magdala. She was a person who was affected by demons, and she did a sinful life, and she came to the feet of Jesus, and so powerfully the Lord delivered this woman from the clutches and bondage of sin and all evil spirit, and she was delivered completely. മഗ്ദലക്കാരിയായ മറിയത്തിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് അവളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ധനാഢ്യന്മാരോ, അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടെത്തിയ പുരുഷന്മാരോ, അവളുടെ ജീവിതം ആസ്വദിച്ച് അനുഭവിച്ച പാപികളുടെ വഴിയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളോ അല്ല. അവളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ് മാനവകുലത്തിന്റെ രക്ഷകനായ യേശുവിനെ കണ്ടെത്തിയതായിരുന്നെങ്കിൽ ഇന്ന് പകൽ ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്നെ വിടുവിച്ചതെന്റെ പണമല്ല, എന്നെ രക്ഷിച്ചതെന്റെ പദവിയല്ല, എന്നെ രക്ഷിച്ചത് ഈ ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ എന്റെ ജീവിതത്തിനൊരു വഴിത്തിരിവുണ്ടായത്, എന്റെ ജീവിതത്തിനൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത് എന്ന് ഞാൻ യേശുവിനെ കണ്ടുവോ, എന്ന് ഞാൻ അവനെ അറിഞ്ഞുവോ, അതത്രേ എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. മിണ്ടാതിരിക്കുന്നവർക്ക് വേണ്ടി, കൈയടിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി, സ്തുതിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ഈസ്റ്റർ ദിനത്തിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, അവൻ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ അവനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. അവൻ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ അവനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഞാൻ ആയുസ്സോടെ പോലും ഈ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് എന്റെ കുടുംബക്കാരല്ല, എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് എന്റെ സംഘടനയല്ല, എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് പള്ളിക്കാരും പട്ടക്കാരുമല്ല. എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് ഞാൻ സേവിക്കുന്ന, എന്നെ രക്ഷിച്ച യേശു അത്രേ. Come on, sir. Come on, translate it quickly. Mary Magdalene had a great turning point in her life, and the turning point in her life was nothing of this world, but she met the Savior and Lord Jesus Christ. Today, as the pastor said, what is the turning point in your life? If it is anything of this world, that is a shameful thing. But if the turning point of your life is Jesus Christ, even if the whole world is against you, you are going to triumph. You are going to be successful. You are going to be the greatest person, because you have met the greatest of the greatest, the King of Kings, the Lord of Lords, that is Jesus Christ. എല്ലാവരും ഒളിവിലാണ്, ശിഷ്യന്മാർ ഒളിവിലാണ്, 11 ശിഷ്യന്മാർ ഒളിവിലാണ്. വാതിലടച്ച യഹൂദന്മാരെ പേടിച്ച്, റോമ ഗവൺമെന്റിനെ പേടിച്ച് അവർ ഒളിവിലാണ്. ആമേൻ. കെട്ടിഞ്ഞാന്ന് ചത്തുകഴിഞ്ഞു യൂദ. അങ്ങനെ പലരും പരാജയപ്പെട്ട് പിന്മാറി വാതിലടച്ച് അകത്ത് കയറിപ്പോയപ്പോൾ നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഇതാ ഒരു സ്ത്രീ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ പട്ടാളക്കാരെ പേടിക്കാതെ, സാഹചര്യത്തെ പേടിക്കാതെ, നിയമത്തെ പേടിക്കാതെ, വ്യക്തികളെ പേടിക്കാതെ ഇതാ അവൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആമേൻ. ഇന്ന് പകലിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരും അകത്തു പോയാലും, പലരും കൈ അടിച്ചില്ലെങ്കിലും, പലരും ആരാധിച്ചില്ലെങ്കിലും, അവനെ അനുഭവിച്ചവർ, അവൻ ആരെന്നറിഞ്ഞവർ, അവനെ രുചിച്ചറിഞ്ഞവർ, അവന്റെ വിടുതലുകളെ ഏറ്റെടുത്തവർ ദൈവത്തെ ആരാധിക്കണേ. ശിഷ്യന്മാർ ഒളിവിലാണ്. എനിക്കൊരു ചോദ്യമുണ്ട്. പത്രോസിന് വേണ്ടാത്ത യേശുവിനെ, യാക്കോബിന് കാണണ്ടാത്ത യേശുവിനെ, യോഹന്നാന് കാണണ്ടാത്ത യേശുവിനെ, യൂദായിക്ക് വേണ്ടാത്ത യേശുവിനെ, മഗ്ദലക്കാരി മറിയമേ നിനക്കെന്തിനു വേണ്ടി കാണണം? എന്താണ് അവനെ ഒന്നുകൂടെ കാണാൻ, ആ കല്ലറയ്ക്കൽ വരാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന, നിന്നെ പുഷ് ചെയ്യുന്ന ഘടകന? അവൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, എന്റെ ബ്രദറെ, എന്റെ പൊന്നു സഹോദര, പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ അത്ഭുതങ്ങൾ കണ്ടവരാ, കൈയടിച്ചവരും പാട്ടുപാടിയവരും ഒക്കെ
അത്ഭുതങ്ങൾ കണ്ടവരാ, അവരൊക്കെ അത്ഭുതങ്ങൾ ഇങ്ങനെ കണ്ടോണ്ട് നിന്നവരാ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടവളല്ല, ഞാനത് അനുഭവിച്ചതാ. ഐ എക്സ്പീരിയൻസ്ഡ് ഹിം. ഞാനത് അനുഭവിച്ചതാ. ഇന്ന് പകൽ കാണാൻ വന്നവർ മിണ്ടാതിരുന്നാലും അനുഭവിച്ചവർ ആരാധിക്കട്ടെ. അവനെ അനുഭവിച്ച എത്ര പേര് ഈ ഗ്രൗണ്ടിലുണ്ട്? അവന്റെ ഉയർപ്പിന്റെ ശക്തിയെ, അവന്റെ കൃപയെ, അവന്റെ വിടുതലിനെ, അവന്റെ ആത്മാവിനെ, അവന്റെ അഭിഷേകത്തെ അനുഭവിച്ചവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഓ യെസ്. എന്താ പ്രാർത്ഥനയ്ക്ക് പോന്നേ? എന്താ പാടാൻ പോന്നേ? പലരും പറഞ്ഞല്ലോ ഇനി പോകരുതെന്ന്, പലരും പറഞ്ഞല്ലോ പാരമ്പര്യം വിടരുതെന്ന്, പലരും പറഞ്ഞല്ലോ നീ ഒറ്റപ്പെട്ടു പോകുമെന്ന്, പലരും പറഞ്ഞല്ലോ നീ സ്തോത്രം പറയാൻ പോകുകയെന്ന്, പലരും പറഞ്ഞല്ലോ നീ കയ്യടിക്കാരുടെ കൂടെയാണെന്ന്, പലരും പറഞ്ഞല്ലോ നീ തുള്ളാൻ പോവുകയാണെന്ന്. പിന്നെ എന്താ ഇവിടെ വരുന്നേ? ഒറ്റ കാര്യമേ ഉള്ളൂ, അവനെ അനുഭവിച്ചവരാ. യേശുവിനെ അനുഭവിച്ചവർ ഈ പന്തലിലുണ്ടോ? അവന്റെ ശക്തി അനുഭവിച്ചവർ ഈ പന്തലിലുണ്ടോ? അവന്റെ രക്ഷ ആസ്വദിച്ചവർ ഈ പന്തലിലുണ്ടോ? അവന്റെ വിമോചനം അനുഭവിച്ചവർ ഈ പന്തലിലുണ്ടോ? ഇന്ന് പകൽ അവരൊന്ന് വെളിപ്പെടുത്തി ആരാധിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഈ ഈസ്റ്റർ ദിനം ഞങ്ങൾക്കൊരു ആഘോഷമല്ല, ഈ ഈസ്റ്റർ ദിനം ഞങ്ങൾക്കൊരു അനുഭവമാണ്. Christianity is not a religion. Christianity is the relationship. Christianity is the relationship with Jesus. Hallelujah. ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല, അതൊരു ബന്ധമാണ്. ബന്ധം, ബന്ധം, പിരിയാബന്ധം, മരണത്തിന് പോലും അകറ്റാൻ കഴിയാത്ത ബന്ധം, ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും പിൻവലിക്കാൻ കഴിയാത്ത ബന്ധം. ഇന്ന് പകൽ ഈ ഗ്രൗണ്ടിനകത്തോ ഈ ഓൺലൈനിലോ ദൈവവുമായി ബന്ധമുള്ള എത്ര പേരുണ്ട്? മഗ്ദല മറിയത്തെ പോലെ യേശുവിനെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഒരു വൻ പരാജയമായി പോയേനെ എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? Jesus, blessed be the name of the Lord. The men are absconding, the disciples are in hiding, no one is out, every men are fearful and are inside the cave. Peter, the first person, he is also hiding. All the other disciples are hiding. Judas Iscariot is no more. But look at this woman. Look at this woman. She is out early in the morning, pitch dark, to see Jesus Christ. Ask her, why have you come here? Have you no fear? She will say, the other disciples, they have come to see Jesus, but I have known Jesus through experiencing him. Christianity is not a religion. Christianity is a personal experience with Jesus Christ who has resurrected. And today do you have that kind of a personal experience with Jesus Christ? The question the Lord is asking you, you have come here after passing so many hurdles, so many difficulties, so many problems, and the Lord says you are a person who loves Jesus more than anything of this world, and you have truly experienced Jesus, and there is no fear in those who love God. അവർക്ക് ഭയമില്ല. Yes, അവർക്ക് ഭയമില്ല. ഈ സഹോദരിയെ സംബന്ധിച്ച് നിയമം അവൾക്ക് അനുകൂലമല്ല, നിയമം പ്രതികൂല. അന്നത്തെ സമയത്ത് യേശുവിനെ ഏറ്റുപറയുന്നവൻ ശിക്ഷ മേടിക്കും, യേശുവിനെ സപ്പോർട്ട് ചെയ്യുന്നവൻ അറസ്റ്റ് ചെയ്യപ്പെടും. നിയമം അനുകൂലമല്ല, സാഹചര്യം അനുകൂലമല്ല. കാരണം കല്ലറയുടെ വാതിക്കൽ വലിയ കല്ലുരുട്ടി വെച്ചിട്ടുണ്ട്, പട്ടാളക്കാർ അവിടെ കാവൽ നിൽപ്പുണ്ട്. യേശുവിനെ കാണാൻ നിയമം അനുകൂലമല്ല, യേശുവിനെ ഒന്നും കൂടെ കാണാൻ
സാഹചര്യവും അനുകൂലമല്ല, 3 പ്രകൃതി അനുകൂലമല്ല. എന്ന് പറഞ്ഞാൽ രാവിലെ ഇരുട്ടുള്ളപ്പോൾ ഒരു സ്ത്രീ ഇരുട്ടത്ത്, the time of darkness, ഇരുട്ടിന്റെ സമയത്ത് ഒറ്റയ്ക്ക് ഇറങ്ങുകയാണ് വെളിയിലോട്ട്. മഗ്ദല മറിയമേ, നിയമത്തെയോ സാഹചര്യത്തെയോ പ്രകൃതിയോ പേടിക്കാതെ ഈ ഇരുട്ട് പിടിച്ച സമയത്ത് നീ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന എന്തുകൊണ്ടാ? അവൾക്ക് പറയാൻ കഴിയും, ഞാൻ കല്ലറയുടെ മുമ്പിൽ എത്തുന്നതിന് മുൻപ് എന്റെ മുമ്പിൽ ഇപ്പോൾ അസ്തമിച്ച സൂര്യൻ ഉദിക്കാം. ഒന്നുകൂടെ പറയാം, മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ഈ ഇരുട്ട് നിലനിൽക്കുന്ന ഇരുട്ടല്ല, ഈ ഇരുട്ട് ശാശ്വതമായ ഇരുട്ടല്ല. ആമേൻ. ഇതിനപ്പുറത്ത് ഒരു പുലരിയുണ്ട്, ഇതിനപ്പുറത്ത് ഒരു പ്രഭാതമുണ്ട്, ഇതിനപ്പുറത്ത് ഒരു വെളിച്ചമുണ്ട്. ഈ അവസ്ഥയിൽ ഇത് തുടരത്തില്ല. ഇന്ന് പകൽ ഏതൊക്കെയോ കുടുംബങ്ങളെ നോക്കി ദൈവാത്മാ പറയുന്നു, എന്നും ഇരുട്ടല്ല, എന്നും പ്രതിസന്ധിയല്ല, എന്നും വെല്ലുവിളിയല്ല, എന്നും കഷ്ടതയല്ല, എന്നും രോഗമല്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറകളുടെ മേളിൽ, നിന്റെ ഭവനത്തിന്റെ മേളിൽ ഒരു വെളിച്ചം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആട്ടിപ്പിക്കട്ടെ. പക്ഷേ ഒന്നും കണ്ടോണ്ട് പുറകോട്ട് പോകല്ലേ, ഒന്നും കണ്ടോണ്ട് പുറകോട്ട് പോകല്ലേ. ഇറ്റ്സ് എ പ്രൊഫസി, ഇതൊരു പ്രവചനമാ. സാഹചര്യം കണ്ടോണ്ടോ, അവസ്ഥകൾ കണ്ടോണ്ടോ, അനുഭവങ്ങൾ കണ്ടോണ്ടോ, ജീവിതത്തിലെ പ്രതികൂലങ്ങൾ കണ്ടോണ്ടോ, നിന്റെ വിശ്വാസത്തിന്റെ ചുവടുകൾ, നീ മുന്നോട്ട് ഇറക്കി വെച്ച ചുവടുകൾ, ഇതൊന്നും കണ്ടോണ്ട് പുറകോട്ട് പോകല്ല, തിരിഞ്ഞു കയറി പോകരുത്. നീ മുന്നോട്ട് പോയാൽ ഒരു തുറന്ന കല്ലറ നിന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു തുറന്ന കല്ലറ നിന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു തുറന്ന കല്ലറ വെയിറ്റ് ചെയ്യുകയാണ്. അതിന്റെ മുകളിൽ ദൂതന്മാർ നിന്നെ കാത്ത്, അതിന്റെ മുകളിൽ ദൂതന്മാർ നിന്നെ കാത്തിരിക്കുകയാണ്. Oh my God. This woman is going to this tomb in a very unfavorable situation. Firstly, the law is not favorable to her. Secondly, the situation is not favorable. Thirdly, nature is not favorable because it is pitch dark. No sane person will go to a tomb in such an unlikely situation. And you ask her, why are you going at this point of time? She will say, though it is dark now, this darkness will lift. Sunshine will break into the darkness. I will see the light. I will see the doors opening. I will see the tomb opening. I am expectantly waiting and waiting. I am going into the tomb. Today you have come here in total darkness. As the pastor prophesied here, this darkness will lift. It will lift from your generation. It will lift from your children. It will lift from your business. You will be totally free. Light will break into your life and you will see a miracle happening. And do not turn back. That is the prophecy. Do not turn back seeing the situation. An open tomb, an open door. More than that, angels will come and visit you. Angels will minister to you. Don't turn back. Move forward. അവൾ ചോദിക്കുന്നു, ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ആ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെച്ച് നടക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഒരു ആങ്സൈറ്റി ഉണ്ട്. ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൈവമക്കളെ നിങ്ങളോട് പറയുന്നു, നീ വിശ്വാസത്തിന്റെ ചുവടുകൾ മുന്നോട്ട് തന്നെ വെച്ചാൽ നീ കല്ല് ഉരുട്ടണ്ട, ആരും നിന്നെ സഹായിക്കാൻ വരണ്ട. നീ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നിന്റെ മുമ്പിൽ സംഭവിച്ചിരിക്കും. ഓ,
നീ എക്സ്പെക്ട് ചെയ്യുന്ന ഡെലിവറൻസ് നിന്റെ ഭവനത്തിൽ നടന്നിരിക്കും. നീ എക്സ്പെക്ട് ചെയ്യുന്ന ഡെലിവറൻസ് നിന്റെ തലമുറയിൽ നടന്നിരിക്കും. നീ എക്സ്പെക്ട് ചെയ്യുന്ന ഡെലിവറൻസ് നിന്റെ പട്ടണത്തിൽ നടന്നിരിക്കും. നീ എക്സ്പെക്ട് ചെയ്യുന്നത് നിന്റെ കുടുംബത്തിൽ നടന്നിരിക്കും. ബട്ട് നോ ടേണിംഗ് ബാക്ക്. ഗോ ഫോർവേഡ്. Go forward. Go forward. ഞാൻ ആ ശബ്ദം കേൾക്കുകയാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ ഓൺലൈനിൽ കാണുന്നവരോടും ഈ ഗ്രൗണ്ടിൽ ഇത് വാച്ച് ചെയ്യുന്നവരോടും പറയുന്നു, കർത്താവ് പറയുന്നു, ഒന്നും കണ്ടോണ്ട് ഒന്നും കേട്ടോണ്ട് പുറകോട്ട് പോകരുത്. നീ സോഷ്യൽ മീഡിയയിൽ പലതും കാണും, പല പാസ്റ്റർമാരെ കുറിച്ചും കാണും, പല വ്യക്തികളെ കുറിച്ചും കാണും, സകല സാഹചര്യങ്ങളെ കുറിച്ച് കാണും. നിന്റെ വിശ്വാസ ജീവിതത്തെ തകർക്കാനുള്ള സകല വഴികളും പിശാച് ഒരുക്കും. പക്ഷെ ഒന്നും കണ്ടോണ്ട്, ഒരു നിയമവും കണ്ടോണ്ട്, ഒരു സാഹചര്യവും കണ്ടോണ്ട്, ഒരു പ്രകൃതി ദുരന്തവും കണ്ടോണ്ട്, ഒരു വ്യക്തികളെയും കണ്ടോണ്ട് നീ പുറകോട്ട് പോകാതെ നീ മുന്നോട്ട് തന്നെ പോയാൽ ദൈവം നിന്നോട് പറയുന്നു, നീ ആയിരിക്കും ആദ്യത്തെ സാക്ഷി. You are going to be the witness of miracle. You are going to be the witness of the resurrection. You are going to be the witness of Jesus. He is alive. Hallelujah. This is important. മഗ്ദല മറിയം കല്ലറവാരക്ക് ചെന്നു. കല്ലറവാരക്ക് എത്തി. അവൾ നോക്കിയപ്പോ കല്ലറ തുറന്നു കിടപ്പുണ്ട്. പടയാളികൾ അവിടെ ഇല്ല. അവൾ അന്വേഷിച്ചത് യേശുവിനെയാണ്. അരിമത്തിയയിലെ മന്ത്രിയായ ജോസഫിന്റെ കല്ലറയാണത്. അതൊരു ഗാർഡനാണ്, അതൊരു തോട്ടമാണ്. അവൾ അവിടെ എല്ലാം പരതുകയാണ്. എന്നിട്ട് അവൾ ചോദിക്കുന്നു, അവൻ എവിടെ? അവൾ അന്വേഷിക്കുകയാണ്. ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ അവിടെ ആരോ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഞാൻ ഈ ബൈബിളിൽ ഈ വാക്യം പറഞ്ഞു പോവുകയാണ്. അത് തോട്ടക്കാരനെന്ന് അവൾ നിരൂപിച്ചു. നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ചെടി വെട്ടാൻ വന്നവനെന്ന്, വെള്ളം ഒഴിക്കാൻ വന്നവനെന്ന്, ആ തോട്ടം ഗാർഡനറാവും, തോട്ടം നോക്കുന്നവനെന്ന് അവൾ നിരൂപിച്ചു. അവൾ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഏയ് തോട്ടക്കാരനെ, ഈ കല്ലറയിൽ വെച്ചിരുന്ന യേശു എവിടെ? നീ അവനെ എടുത്തെങ്കിൽ അവനെ എനിക്ക് തിരികെ തരിക. ആ തോട്ടക്കാരൻ പതിയെ നടന്ന് അവളുടെ അരികിൽ വന്നു. വന്നിട്ട്, മറിയ, മേരി, യേശുവിന്റെ രൂപം അവൾക്ക് പിടികിട്ടിയില്ല. തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ മുഖം അവൾക്ക് ദൂരത്ത് നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അടുത്ത് വന്ന് നിന്നിട്ട് അവളുടെ പേര് വിളിച്ചപ്പോൾ, മേരി എന്ന് വിളിച്ചപ്പോൾ, ഹൂ യു ആർ എന്നല്ല ചോദിച്ചത്, റബി. Oh, my teacher, my Jesus, Rabbi. Listen. യേശുവിന്റെ മുഖം അവൾക്ക് മനസ്സിലായില്ല, യേശുവിന്റെ രൂപം അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ യേശുവിന്റെ ശബ്ദം, ഹിസ് വോയിസ് അവൾ ഐഡന്റിഫൈ ചെയ്തു. അവന്റെ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. ഇതാ കർത്താവ് ഒരിക്കൽ യോഹന്നാൻ 10 പറഞ്ഞത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുകയും അവരെന്നെ തിരിച്ചറിയുകയും ചെയ്യുന്നു. അവന്റെ ആടുകൾ ഇവിടെ ഉണ്ടോ? അവന്റെ ആളുകൾ ഇവിടെ ഉണ്ടോ? അവന്റെ ശബ്ദം മധ്യാകാശത്ത് മുഴങ്ങുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും അവൻ മധ്യാകാശത്തിൽ വരുമ്പോൾ എല്ലാവരും ഈ ശബ്ദം ഐഡന്റിഫൈ ചെയ്യത്തില്ല. പക്ഷേ അവന്റെ ആടുകൾ അത് തിരിച്ചറിയും. വിജയ് സാറേ, ഇത്രയേ ഉള്ളൂ. ഒന്ന്, യേശുവിനെ കണ്ടില്ല, കാണാത്തത് കൊണ്ട് അന്വേഷിക്കുന്ന ഒരു മറിയത്തെ നിങ്ങൾക്ക് അവിടെ കാണാം. ബൈബിൾ പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തും. ഇതിനകത്ത് ഇന്ന് നല്ല ഹൃദയത്തോടെ ഈ ഓൺലൈനിലോ ഈ ഗ്രൗണ്ടിലോ നല്ല മനസ്സോടെ സത്യ ദൈവത്തെ അന്വേഷിച്ചു വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവനെ അറിഞ്ഞിട്ടേ പോവുള്ളൂ. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തും. രണ്ട്, അവൾ ആ കല്ലറവാതിക്കൽ വന്ന് അവിടെ മുഴുവൻ നോക്കി. അകലെ നിൽക്കുന്ന തോട്ടത്തിൽ തോട്ടക്കാരൻ എന്ന് കരുതി തോട്ടക്കാരനെ എന്ന് വിളിച്ച മനുഷ്യൻ അരികിൽ വന്ന് മേരി എന്ന് വിളിച്ചപ്പോൾ, മറിയം എന്ന് വിളിച്ചപ്പോൾ മുഖവും രൂപവും പെട്ടെന്ന് പിടികിട്ടിയില്ലെങ്കിലും ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. അവന്റെ ശബ്ദം അവന്റെ മക്കൾ തിരിച്ചറിയും. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗത്ത് നിന്ന് ഇറങ്ങുക. അടുത്ത 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇതറിഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്തേക്ക് ഓടി. മോനെ, ആ വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2ാം വാക്യം, she ran. അവൾ ഓടി. റിജോയ് സാറേ, ദൈവദാസന്മാരെ, പ്രഭാതത്തിൽ ഇരുട്ടത്ത് ചുറ്റും നോക്കി, ആരേലും ഉണ്ടോ എന്നൊക്കെ നോക്കി, പേടിച്ചോ അല്ലെങ്കിൽ സാഹചര്യത്തെ നോക്കിയോ ഒക്കെ വന്നൊരു സ്ത്രീയാണ് അവൾ. പക്ഷെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത അറിയിക്കാൻ ആ സത്യം അറിഞ്ഞവൾ നടക്കുകയല്ല, എഴയല്ല, ഓടുകയാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ ഓട്ടം ഒരു ചാട്ടമായിരുന്നു. മനസ്സിലായില്ലല്ലേ? ഈ സന്തോഷം വരുമ്പോ അത് പറയാൻ ഓടുന്ന ഓട്ടത്തിൽ ചാട്ടമുണ്ട്. ചിലര് ചോദിക്കുന്നു എന്തിനാ ചാടുന്നേ, ചിലര് ചോദിക്കുന്നു എന്തിനാ ഓടുന്നേ, ചിലര് ചോദിക്കുന്നു എന്താ ഇത്ര സന്തോഷം. അയ്യോ, ഒറ്റ കാര്യമേ ഉള്ളൂ, ഉയർത്തെഴുന്നേറ്റവനെ കണ്ടതുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റവനെ അറിഞ്ഞതുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റവനെ അനുഭവിച്ചതുകൊണ്ട്. ശിഷ്യന്മാർ ഇരുന്ന വീട്ടിൽ വന്നു. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. മഗ്ദല മറിയം ഇവര് ഒളിവില. ആരാ? 11 ശിഷ്യന്മാർ ഒളിവില. കഥകടച്ച യഹൂദന്മാരെ പേടിച്ച് ഒളിച്ചിരിക്കുക. മറിയം വന്ന് കഥകെ മുട്ടി. ഈ മുട്ടല് കേട്ടപ്പോ അകത്തിരുന്ന പത്രോസിന്റെ ഹാർട്ട് ബീറ്റ് ഞെട്ടി. കാരണം ഒളിവിലിരിക്കുക. ആരാ കഥകെ മുട്ടുന്നേന്നാ? ദിസ് ഈസ് മൈ ഇമാജിനേഷൻ. പത്രോസ് പറഞ്ഞു കാണും, നീ തുറക്ക. ശിഷ്യന്മാർ കഥക് പതുക്കെ തുറന്നു നോക്കുമ്പോ മഗ്ദല മറിയത്തിന് മിണ്ടാൻ പറ്റുന്നില്ല. ഓടി വന്നവളല്ലേ, ഇത്രയും ദൂരെ ഓടിയതല്ലേ. എന്നാ പറ്റി? ഞങ്ങളിരുന്ന സ്ഥലം ആരെങ്കിലും കണ്ടുപിടിച്ചോ? എന്തോ പ്രശ്നം? പെട്ടെന്ന് പറ, എനിക്ക് പേടിയാവുന്നു. കാര്യം എന്നാ പറ. അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ജീസസ് ഈസ് alive. Hallelujah.
ഇത് പറയാനായിരുന്നു അവളുടെ ഓട്ടം. എന്ത് പറയാൻ? മതം പറയാനല്ല, യേശു ജീവിക്കുന്നെന്ന് പറയാൻ. കഴിഞ്ഞ 22 വർഷമായി എൻ്റെ ഓട്ടം ഇത് പറയാനാ. നിങ്ങളും ഓടേണ്ടത് ഇത് പറയാനാ. ഇത് പറയാനൊന്ന് ഓടാൻ എത്ര പേർ തയ്യാറാ? അവരുടെ കാലിന്റെ വേഗത വർദ്ധിക്കട്ടെ, അവർക്ക് വാതിലുകൾ തുറക്കപ്പെടട്ടെ, അവർക്ക് അനുഭവങ്ങളും അവസരങ്ങളും ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ മുൻപിൽ എല്ലാ വഴികളും തുറക്കപ്പെടട്ടെ. Started cluster. Uraba shamprota kalabreketi semato kolobrosatara. She was searching for Jesus Christ in the garden. There are no guards and there's no one in the tomb, and all of a sudden she sees a person and she identifies that person as a gardener, and she is asking, if you take my beloved Jesus Christ, please give him back. And she is mistaking Jesus Christ as the gardener, but as the real gardener came close to her and called her by name. Jesus Christ called him Mary. Then she quickly identified, this is my Rabbi, because no one else can call me with such kind of a sweetness and with such kind of an authority. Today the Lord is calling you your sweet name. Only he can call you, and you can respond and say to him, you are my Lord, you are my Rabbi. And Mary is identifying Jesus Christ not by the external form, because she is not able to identify the resurrected glorious Jesus Christ, but she is able to hear the voice, to detect the voice. Today, as the pastor said, the sheep will hear and detect the voice of God, and at the end of the day the Lord will be coming down, and those who are dead in Christ and those who are alive and waiting for him, they will identify the voice of God. And if you are in that company, you can now very well say that I will hear his voice at the second coming of my Lord, and I will be caught up into heaven, and I will be with my Lord forever and ever. My sheep identifies my voice. And as the pastor said, if you seek wholeheartedly, even while you are hearing this message to online, even if you have come here and you are seeking God with all of your heart, as the pastor said, the Lord will reveal himself to you and you will see the Lord. That's God's promise. And then now a transformation, a change is happening in the life of this woman. She came to the tomb so slowly in the pitch dark situation. Now you can see she's running back. What is the reason for that? That is the resurrection power of the gospel. The gospel gives you power to run fast. Today, as the pastor said, if you want to say that Jesus is risen, if you want to say that Jesus will heal you, that Jesus will touch you, the Lord says the Lord will empower you, the Lord will give his resurrection power, the Lord will open opportunities, the Lord will give you platforms to proclaim to the whole world that Jesus is risen. He is no longer dead. He has conquered death. He has resurrected. He has resurrected. He is Lord of Lords. രണ്ടാമത്തെ സംഭവം 5 മിനിറ്റ് കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നു. റിജോയ് സാറ് ഇത്രയും സമയം എടുക്കണ്ട, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൂടെ വന്നു. ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ ഇറങ്ങി നിന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ശാന്തമായി ഞാനതങ്ങ് പറയുകയാണ്. അന്നേ ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടെ ജെറുസലേം എന്ന പട്ടണം അങ്ങ് വിട്ടു. ലൂക്കോസ് 24:13. അന്നു തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി. ആരാണ് ഈ 2 പേർ? അതിൽ ഒരാളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്.
ക്ലയോപ്പാവ്, വാക്യം 18, വേർഡ് 18. ക്ലയോപ്പാവ് എന്ന പേരുള്ളവൻ. ക്ലയോപ്പാവിൻ്റെ കൂടെ നടക്കുന്ന രണ്ടാമത്തെ വ്യക്തിത്വം ആരാണ്? ക്ലയോപ്പാവിൻ്റെ കൂടെ നടക്കുന്ന, നമ്മൾ സാധാരണ പറയുന്നത് ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെന്നാണ്. പക്ഷെ അതല്ല അതിൻ്റെ ശരി. ക്ലയോപ്പാവിൻ്റെ കൂടെ നടക്കുന്ന രണ്ടാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് ക്ലയോപ്പാവിൻ്റെ ഭാര്യയാണ്. അപ്പൊ ചോദ്യം, ക്ലയോപ്പാവിന് ഭാര്യ ഉണ്ടോ? ഉണ്ടല്ലോ. യോഹന്നാൻ 19:25. ജിജി പാസ്റ്റർ ആ വാക്യം മാത്രം ഒന്ന് വായിച്ചു കേൾപ്പിക്കും. യോഹന്നാൻ 19:25. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും. അപ്പൊ ക്ലയോപ്പാവിന് ആരുണ്ട്? ഭാര്യയുണ്ട്. പുള്ളിക്കാരുടെ പേരെന്താ? മറിയ. ഇനി ഇത് ഭാര്യയാണോ കുടുംബമാണോ എന്നറിയാനുള്ള 2 തെളിവൂടെ പറഞ്ഞേക്കാം. രണ്ടാമത്, ഇവർ രണ്ടുപേരൂടെ ഒന്നിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴക്കുണ്ടാക്കിക്കൊണ്ടാണ് പോന്നെ. തമ്മിൽ തർക്കിച്ചും വാദിച്ചും കൊണ്ടുപോവുകയാണ്. 2 ഇവരുടെ വീടിനോടടുത്തപ്പോൾ ഇവർ യേശുവിനോട് പറയുകയാണ്, യേശു ആണെന്ന് അറിയില്ല കേട്ടോ, യേശുവിനോട് പറയുകയാണ്, സന്ധ്യ ആയല്ലോ, ഞങ്ങളുടെ കൂടെ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം എന്ന് പറയുമ്പോൾ അതൊരു ഫാമിലി അല്ലേ? പ്രൈസ് ഗോഡ്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. യേശു അപ്പം നുറുക്കി അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഞാൻ ഈ ഭാഗത്തിലോട്ടൊന്ന് വരികയാണേ. ദേവദാസനെ, ഇനിയുള്ള ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്തോളൂ. ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കിക്കുകയാണ്, ക്ലയോപ്പാവും ഭാര്യയും. Cleopas and his wife, they are having some sort of argument between them. തർക്കിക്കണമെങ്കിൽ ഒരു സബ്ജക്റ്റ് വേണം. There need to be a subject if there's an argument. ആ സബ്ജക്റ്റിൽ രണ്ടുപേർക്കും 2 അഭിപ്രായമായിരിക്കണം. And in that subject they will have difference of opinion. ഒരു സബ്ജക്റ്റിൽ 2 പേർക്ക് ഒറ്റ അഭിപ്രായമാണെങ്കിൽ തർക്കമില്ല. If there is a common consensus between the two, then there is no argument. 2 പേർക്കും 2 അഭിപ്രായം വരുമ്പോഴാണ് ആർഗ്യുമെന്റേഷൻ ആകുന്നത്. Argument comes when they have 2 opinions. എന്തായിരുന്നു ഇവരുടെ തർക്ക വിഷയം? What was the subject of their argument? യേശു ഉയർത്തോ ഇല്ലയോ? Did Jesus rise up or not? ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയ പറഞ്ഞു, Mary said, 22-ാം വാക്യത്തിൽ, verse 22, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയിൽ പോയി. they went to the tomb early in the morning. അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. But they didn't find his body in the tomb. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാരുടെ ശബ്ദം കേട്ടു. And they had a vision of angels who said he was alive. അപ്പൊ ക്ലയോപ്പാവിന്റെ ഭാര്യയ്ക്ക് ഉറപ്പായിരുന്നു യേശു ഉയർത്തെന്ന്. The wife of Cleopas is very well, she believes that Jesus Christ is risen. പക്ഷെ അച്ചായൻ സംഭവം കണ്ടില്ല. But the husband didn't see that. പുള്ളിക്കാരനോട് ആരും പറഞ്ഞില്ല. And nobody said to him also. ക്ലയോപ്പാവിന്റെ ഭാര്യ പറയുന്നു, Cleopas' wife says, യേശു ഉയർത്തു. Jesus Christ is risen. ഭർത്താവ് പറയുന്നു, Husband says, അങ്ങനല്ലല്ലോ നാട്ടുകാർ പറയുന്നേ. the people are not saying like that. നാട്ടുകാരതല്ലല്ലോ പറയുന്നേ. The people are not saying like that. അവൻ കല്ലറയിലാണെന്നല്ലേ. They say that they are still in the tomb. അവൻ ഉയർത്തതിന് എന്താ തെളിവ്? There is no evidence for resurrection. നിങ്ങൾക്ക് ആ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗത്തിലേക്ക് പോകുമ്പോൾ, If you go into the beginning of this verse, ക്ലയോപ്പാവ് വാടിയ മുഖത്തോടെ നിന്നു എന്ന് കാണുന്നു. Cleopas is standing there with a downcast face. ആ വാടിയിരിക്കുന്ന മുഖം This downcast face, യേശു കാണുകയാണ്. Jesus is seeing. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. Carefully listen. ജെറുസലേം എന്ന പട്ടണം വിട്ട് From Jerusalem they are moving എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് അവർ പോകുന്നു. to the village of Emmaus. വിശ്വാസത്തിൽ നിന്ന് From faith പിന്മാറ്റത്തിലേക്ക് അവർ പോകുന്നു. they are backsliding. അവർ നിരാശയിലേക്ക് പോകുന്നു. They are going into despair. അവർ വളരെ ഡിപ്രസ്ഡ് ആണ്. They are very much depressed. അവർ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. They are disappointed. അപ്പോൾ അവരറിയാതെ Without their knowledge, ഉയർത്തെഴുന്നേറ്റ കർത്താവ് Jesus Christ, who is risen, അവരോട് ചേർന്ന് നടക്കുകയാണ്. is walking so close to them. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. That's how we read it. അവൻ അവരോട് ചേർന്ന് നടന്നു. Jesus Christ is walking so close to them. എന്തുകൊണ്ടാണ് അവൻ ചേർന്ന് നടന്നത്? Why Jesus is walking close? നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ വരുമ്പോൾ, When we have despair in our life, നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ, when we have sorrows in our life, നമ്മൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, when things go
against our expectation. നമ്മൾ ഡിപ്രസ്ഡ് ആകും, We become depressed. നമ്മൾ ഡിസ്കറേജ്ഡ് ആകും. We are discouraged. ആ വിടവിലൂടെയാണ് And it is through that gap സാത്താൻ കയറുന്നത്. Satan entered. മീഡിയ ദയവായിട്ട് ആ വാക്യം പ്രൊജക്ട് ചെയ്യണം. അവിടെയാണ് വിടവിലൂടെയാണ് സാത്താൻ കയറുന്നത്. And it is through that gap Satan enters. എങ്ങനെയാണ് ആ വിടവുണ്ടായത്? How did that breach come? ക്ലെയോപ്പാവ് പറയുന്നു, Cleopas says, മനുഷ്യർക്കും human beings, സകലർക്കും the other people, കൊള്ളാവുന്ന ഒരുവൻ, he was a good man to all of them. പ്രവാചകനായവൻ He was a prophet. ജെറുസലേമിൽ ഉണ്ടായിരുന്നു. He was in Jerusalem. യേശുവിനോടാണ് ഈ പറയുന്നത്. He's talking about Jesus. അപ്പൊ നീ അവിടെ നടന്ന സംഭവം ഒന്നും അറിഞ്ഞില്ലേ? And he's asking Jesus, did you not know all this? അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനായിരുന്നു. He was a person who was a അവൻ miracle അന്ധന്റെ worker. കണ്ണ് He തുറക്കുന്നവനായിരുന്നു. opened the eyes of the blind. അവൻ അത്ഭുതങ്ങളായിരുന്നു He ചെയ്യുന്നത്. did miracles. പക്ഷെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല But we did not expect അവൻ ക്രൂശിക്കപ്പെടുമെന്ന്. that he will be ഞങ്ങൾ crucified. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല We did not expect അവൻ മരിക്കുമെന്ന്. that he will die. 33 വയസ്സിൽ At the age of 33, അവൻ മരിക്കുമെന്ന് he died. ഞങ്ങൾ ഒരിക്കലും കരുതിയതല്ല. And we did not expect that. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നടന്നത്. This was an incident against our expectation. അതുകൊണ്ടാണ് ഞങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത്. That's why we are very sad. നിങ്ങളുടെ ജീവിതത്തിൽ In your life, പ്രതീക്ഷിക്കാത്ത ചിലത് നടക്കുമ്പോൾ, when some unexpected thing happens, പ്രതീക്ഷിക്കാത്ത ചില വിപത്തുകൾ ഉണ്ടാകുമ്പോൾ, when some dangers that happen, നിങ്ങളുടെ മുഖം വാടും. your face will also be പക്ഷെ ഇവിടെ downcast. നിങ്ങളൊരു കാര്യം കണ്ടോ? But you see here, ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് തന്നെ on the day of resurrection itself, യേശുവിന് ഒരുപാട് പേർക്ക് പ്രത്യക്ഷനാകാനുണ്ട്. Jesus had to appear to many other people. പക്ഷെ അവിടെ എങ്ങും പോകാതെ But Jesus did not go there. ഈ കുടുംബത്തിന്റെ കൂടെ He came close to this family, 11 മൈൽ 11 miles, അവരറിയാതെ without their knowledge. അവരുടെ കൂടെ നടക്കുകയാണ്. Jesus is walking with them, ചേർന്ന് നടക്കുകയാണ്. close to them. അവരുടെ കോൺവെർസേഷൻ എല്ലാം കേൾക്കുകയാണ്. Oh, he's hearing all their conversation. ഇന്ന് പകൽ ഞാനൊരു സത്യം പറയാം. Today a truth I'm going to reveal. യേശു എന്തുകൊണ്ട് ആ കുടുംബത്തോട് കൂടെ നടന്നു? Why did Jesus walk with that family? കാര്യം എന്താണെന്നറിയാമോ? This is the reason. കർത്താവ് മരിക്കുന്നത് വരെയും Before Jesus died, പത്രോസിനെയോ ശിഷ്യന്മാരും ഒരു മനുഷ്യനില്ലാതിരിക്കുമ്പോൾ, when there were no other people like Peter and others, കുരിശിന്റെ ചുവട്ടിൽ വരെ at the footstool of the cross, ഈ കുടുംബം ഉണ്ടായിരുന്നു. this family was there. കർത്താവിന്റെ മരണത്തിൽ അവരൊപ്പം നിന്നു. Oh, at the death of Jesus, they were there at the end. അവർക്ക് കർത്താവിനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. A special love to Jesus. അവനെ സ്നേഹിച്ച കുടുംബം When these people ഒരു loved, നിരാശയിലൂടെ പോകുന്നത് കണ്ടപ്പോൾ when they were going in despair, അവൻ എല്ലാ പ്രോഗ്രാമും മാറ്റിവെക്കുകയാണ്. Jesus canceled all the programs. അവൻ അവരുടെ കൂടെ നടക്കുകയാണ്. Jesus walked with the family. കർത്താവിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? If we have loved Jesus, അവൻ എല്ലാം മാറ്റിവെച്ച് നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. Jesus is canceling his program and is coming to you. നിന്റെ വിഷയം കേൾക്കാൻ, There is nothing. നിന്റെ വിഷയം കേൾക്കാൻ. Oh, just to hear your problem. മോനെ സൗണ്ട് ക്ലിയർ അല്ല. നിന്റെ വിഷയം കേൾക്കാൻ, To hear your problem. നിന്റെ ആവശ്യം കേൾക്കാൻ, To hear what you're lacking. നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ In order to cure what is lacking in you. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, The Lord is saying like this. ചില സാഹചര്യങ്ങളുടെ നടുവിൽ In some very difficult situation, മുഖം വാടി you are downcast. നീ നിരാശയോടിരിക്കുമ്പോൾ You are in total despair. നിന്നോട് ചേർന്ന് കർത്താവ് വരുന്നു. The Lord is walking close to you. നിന്റെ വേദനകളെ അവൻ കേൾക്കുന്നു. And the Lord is taking your problems. ഇന്നത്തെ മനുഷ്യന്റെ പ്രശ്നം സമയമില്ല എന്നുള്ളതാണ്. Oh, the people say that I don't have time for ആർക്ക് you. സമയമില്ല. Nobody has time. ആരുടെയും പ്രശ്നം കേൾക്കാൻ ആർക്ക് സമയമില്ല. Nobody has time to hear anyone's problem. എന്നാൽ ഇന്ന് പകൽ സമയമുള്ള ഒരുവനുണ്ട്. And here Jesus has enough time for you. അവൻ നിന്റെ അരികിലോട്ട് ചേർന്ന് വരികയാണ്. The Lord is walking close. ചേർന്ന് നടക്കുകയാണ്. Oh, he is walking close. താങ്ക് യു ജീസസ്. Thank you, Jesus. അവരുടെ കൂടെ നടന്നു. He is walking close with them. കൂടെ നടന്നു. Close, so close. പെട്ടെന്ന് പറഞ്ഞു നിർത്തട്ടെ. Yeah, I am concluding here. അവനോട് അവർ സംസാരിച്ചു. They began to talk. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയിച്ചു. Right from Moses through all the prophets about him was revealed to them. അവൻ മരിക്കേണ്ടവനെന്നും That he need to be അവൻ that ഉയർത്തെഴുന്നേൽക്കേണ്ടവനെന്നും he is to be resurrected.
അവൻ കഷ്ടം അനുഭവിക്കേണ്ടവനെന്നും He has to go through suffering. അവൻ മഹത്വത്തിൽ കടക്കേണ്ടവനെന്നും That he has to enter the glory. സകലതും അറിയിച്ചു. All things were revealed. അങ്ങനെ ഇവർ നടന്നു പോകുമ്പോൾ As they were moving, പെട്ടെന്ന് എമ്മൗസ് എത്തി. suddenly Emmaus was there. അവരുടെ പട്ടണം എത്തി. That is their village. അവരുടെ വീട്ടിലേക്ക് അവർ തിരിഞ്ഞു. They were going to their house. നിങ്ങളുടെ വീട് അടുക്കാറാവുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ വീഴുന്നത് പോലെ അവരുടെ വീട്ടിലേക്ക് അവർ തിരിഞ്ഞു. As they were turning to their home, ബൈബിൾ പറയുന്നു അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. Jesus pretended as if he is moving forward. എന്നാൽ പെട്ടെന്ന് അവർ പറഞ്ഞു, Suddenly they said, നേരം വൈകിയല്ലോ, it's night. ഞങ്ങളുടെ കൂടെ താമസിക്കാൻ. Why don't you come and be with us? അവനെ നിർബന്ധിച്ചു. And they compelled him. ഇത് യേശുവിന്റെ മാത്രം പ്രത്യേകതയാണ്. This is Jesus' speciality. വിളിക്കുന്നിടത്തേ പോകത്തുള്ളൂ. Jesus will go only if he is invited. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയേ പ്രവർത്തിക്കുള്ളൂ. He will only work for those who believe. ഒന്നുകൂടെ പറയാം, ഞാൻ സേവിക്കുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഡീസന്റ് ദൈവത്തെയാണ്. My God is an extraordinarily decent God. അവൻ വിളിച്ചാലേ പോവുള്ളൂ. Only if he is invited, he will come. ഇന്നും ഇവിടെ ഇരുന്ന് വിളിച്ചാൽ Now if you call upon him now, അവൻ നിന്റെ ഭവനത്തിൽ വരും. he will come to your home. നിന്റെ ഹൃദയത്തിൽ വരും. He will come into your heart. കർത്താവിന് വേണമെങ്കിൽ വന്നെന്നെ രക്ഷിച്ചിട്ട് പോട്ടെന്ന് പറഞ്ഞാൽ, Let him come if he wants. If you are in such an attitude, ഒരിക്കലും വരൂല. Jesus will never come. വിളിക്കണം. You have to call him. കൈ ഉയർത്തി പറഞ്ഞേ, വിളിക്കണം. You have to call him. നിർബന്ധമായി വിളിക്കണം. You have to call him. ഹൃദയത്തിലേക്ക് വരാൻ പറയണം. You have to call him into your heart. കുഞ്ഞുങ്ങളുടെ മേളിലോട്ട് കൈ വെക്കണം. Put your hands on your children എന്നിട്ട് പറയണം, and say, കർത്താവിന്റെ കുഞ്ഞുങ്ങളിലേക്ക് വരട്ടെ. oh, let Jesus come into their life. മക്കളുമാര് പറയണം, Let the children say, യേശു അപ്പ എന്നിലേക്ക് വരണേ. oh, Abba Father, let your presence be in me. അവരുടെ കൂടെ കർത്താവ് അവരുടെ വീട്ടിൽ കയറി ചെന്നു. Jesus entered their home. ലിസൺ, അവരുമായി ഭക്ഷണം കഴിക്കാനിരുന്നു. Jesus sat with them to break the bread. അവൻ അപ്പം എടുത്ത് നുറുക്കി അവർക്ക് കൊടുത്തു. He took the bread, broke it and gave to them. അവരത് കഴിച്ചു. They ate. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. Suddenly their eyes were opened. അടുത്ത വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. Next word is very important. അവർ അവനെ അറിഞ്ഞു. They recognized Jesus. അവൻ അവർക്ക് അപ്രത്യക്ഷമായി. Suddenly he disappeared. അവർ അവനെ അറിഞ്ഞു. They recognized Jesus. എന്റെ പ്രാർത്ഥന ഇതാണ്. This is the pastor's prayer. അവനെ അറിയാത്തവർ അവനെ അറിയണം. All those who doesn't know him should know and recognize and acknowledge Jesus Christ. അവനെ കണ്ടെത്തിയിട്ടില്ലാത്തവർ അവനെ കണ്ടെത്തണം. Those who haven't seen him should find him. അതിനെന്താ ചെയ്യണ്ടേ? What they should do? അതിനെന്താ ചെയ്യണ്ടേ? What they should do for that? അവൻ അപ്പം നുറുക്കി കൊടുത്തു. He broke the bread and gave to them. അപ്പം നുറുക്കി കൊടുത്തു. Broke the bread and gave. അതവര് കഴിച്ചു. They had it. അതവര് റിജക്റ്റ് ചെയ്താൽ, If they had rejected that, കണ്ണു തുറക്കൂല. their eyes wouldn't have opened. അവൻ വിളമ്പുന്ന അപ്പം, When the Lord is serving you his bread, ജീവന്റെ അപ്പം, this is the living bread. നീ റിസീവ് ചെയ്താൽ, If you receive the living word of God, നിന്റെ കണ്ണ് തുറക്കും. your eyes will be opened. നീ അറിയേണ്ടവനെ അറിയും. You will recognize Jesus. നീ കാണേണ്ടവനെ You കാണും. will see the one who is the real one. എന്താ പലരും അവനെ അറിയാത്തത്? Why many are not able to recognize him? എന്താ പലർക്കും അവനെ കാണാൻ കഴിയാത്തത്? Why many are not able to see him? ദൈവദാസന്മാർ ദൈവവചനം എന്ന അപ്പം നുറുക്കി കൊടുക്കുന്നുണ്ട്. The servants of the Lord are serving the bread of eternal life to them. അവരെന്തോ വലിയ സംഭവമാണെന്ന് കരുതി അവരതിനെ റിജക്റ്റ് ചെയ്യുകയാണ്. But they are rejecting it totally. ഇത് റിജക്റ്റ് ചെയ്യുന്നവർക്കുള്ളതല്ല. This is not for those people who reject the word. ഇത് റിസീവ് ചെയ്യുന്നവർക്കുള്ളതാണ്. This is for those who receive the word. അവരുടെ കണ്ണ് തുറക്കും. Their eyes will be opened. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. Let me conclude here. അടുത്ത വാക്യം ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. The next verse is a very great അവർ revelation. പറയുന്നു, അവൻ വഴിയിൽ നമ്മോട് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ, When the Lord was exposing the scripture on the way, നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തി
കത്തിക്കൊണ്ടിരുന്നില്ലയോ? Where our hearts being ignited by the fire. അവന്റെ വാക്കുകൾ എന്റെ അസ്ഥികളെ തീ പിടിപ്പിച്ചു. Yes. അവന്റെ വചനം എന്റെ അസ്ഥികൾക്ക് തീ കത്തിച്ചു. Oh, the word, the fire of God's word ignited even my bones. 33-ാം വാക്യം. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. The same hour they returned to Jerusalem. ഞാനൊരു സത്യം പറയാം. This is the truth. ഇതായിരുന്നു കർത്താവിന്റെ പദ്ധതി. This was God's purpose for them. ഇതിനു വേണ്ടിയാണ് കൂടെ നടന്നേ. It is for that reason Jesus was walking close with them. പ്രിയ മനോജ് എബ്രഹാം സാറേ, ഇവിടെ ഇരിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, എന്തിനു വേണ്ടി 7 മൈൽ 11 കിലോമീറ്റർ യേശു അവരുടെ കൂടെ നടന്നു? Why did Jesus walk along with this family for 7 miles or 11 kilometers? അവരെ തിരിച്ചു പിടിക്കാൻ. Just to bring them back. അവർ 11 കിലോമീറ്റർ നടന്ന് വീട്ടിലെത്തി. 11 kilometers they came backsliding into their home. ഈ സംഭവം നടന്നു. After this breaking of bread, അന്ന് തന്നെ അവർ തിരിച്ച് യെരൂശലേമിലോട്ട് പോയി. that very moment itself they went back to Jerusalem. ഒരു ദിവസം തന്നെ അവർ നടന്നത് 14 മൈൽസ് ആണ്. One day itself they walked 14 miles. 22 കിലോമീറ്റർ ആണ് ഒരു ദിവസം അവർ നടന്നത്. 22 kilometers they walked in that one day. അതിനുള്ള എനർജി അവൻ പറഞ്ഞ വാക്കിനകത്തുണ്ടായിരുന്നു. Oh, the energy for that was in the word that was proclaimed to them. തീർന്നില്ല. Yes. എന്തുകൊണ്ട്? അന്ന് തന്നെ അവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. Why did they return on that very day itself? ഉയരത്തിലെ ശക്തി വരുമെന്നും പരിശുദ്ധാത്മാവ് വെളിപ്പെടുമെന്നും they know that the Holy Spirit will come down upon them. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കുമെന്നും The Holy Spirit who will lead them into all truths, the advocate will come upon them. യേശു വാഗ്ദത്തം ചെയ്തപ്പോൾ ആ വാഗ്ദത്തം കേട്ട കൂട്ടത്തിലുള്ളവരാണവർ. These were the people who heard the promise of the Holy Spirit and they were in that very group. വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത് എമ്മൗസിലല്ല യെരൂശലേമിലാണ്. Yes. The Holy Spirit of promise is not manifested in Emmaus, but it is manifested in Jerusalem. ഇവർ എമ്മൗസിൽ ഇരുന്നാൽ ഒരിക്കലും ആ 120 എന്ന നമ്പർ കംപ്ലീറ്റ് ആകത്തില്ല. If they are in Emmaus, that 120 quorum, it will never be filled. ഇവർ എമ്മൗസിൽ ഇരുന്നാൽ ഒരിക്കലും അവർ കേട്ട വാഗ്ദത്തം അവർക്ക് അവിടെ സ്വീകരിക്കാൻ കഴിയില്ല. If they are in Emmaus, the promise will never be fulfilled in their life. ആമീൻ. ദൈവം നിന്നോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും ദൈവം നിന്നെ അവിടെ തിരിച്ചെത്തിച്ചിരിക്കും. If the Lord has given you a promise, the Lord will pay whatever price to bring you back into his purpose. വിശ്വസിക്കുന്നവർ കൈകളെ തട്ടി ദൈവത്തെ സ്തുതിച്ചേ. Oh, put your hands together, shout hallelujah to the Lord. വാഗ്ദത്തമുള്ളവർ എത്ര പേരുണ്ട്? How many of you have promise? അവരൊന്ന് എഴുന്നേറ്റ് നിന്നേ. Please stand together. അവരൊന്ന് എഴുന്നേറ്റ് നിന്നേ. Stand together. പരിശുദ്ധാത്മാവ് അവരോട് അറിയിക്കുന്നു, Holy Spirit is telling to you, നിന്റെ മേളിൽ ദൈവം ഒരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ God has given you a great promise. എന്ത് വില കൊടുത്തും Whatever pay price to നിന്നെ ആ വാഗ്ദത്തം വെളിപ്പെടുന്ന ഇടത്ത് എത്തിച്ചിരിക്കും. the Lord will bring you into that place where the Lord will fulfill that promise. നിന്റെ കാതിൽ അവൻ പറഞ്ഞത് അവൻ നിവർത്തിച്ചിരിക്കും. What you heard with your ears, that the Lord will fulfill. ഒരുപക്ഷെ ഇപ്പോൾ നീ പിന്മാറ്റത്തിലായിരിക്കാം. Maybe now you are in a backslidden state. ഇപ്പോൾ നിന്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞിരിക്കാം. Maybe your prayer life is dead. എന്നാൽ ഒരു സത്യം തിരിച്ചറിയുക, But hear this truth. ദൈവത്തിന്റെ ഒരു പ്രോമിസ് നിന്റെ മേലുണ്ടെങ്കിൽ, If the promise of God is upon you, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടെങ്കിൽ, if the promise of the Lord is upon your children, അവൻ കൂടെ നടക്കും. God will come closer to you. ചേർന്ന് നടക്കും.
God will come closer. ശത്രുവിന് കേറാൻ ഒരു ഗ്യാപ്പും കൊടുക്കാതെ ചേർന്ന് നടക്കും. There will never be any gap between him and you. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നു. Yes, today the Holy Spirit is telling like this. ഉയർത്തെഴുന്നേറ്റ കർത്താവ്, The resurrected Christ is telling. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, Oh, the promise keeping God. നിന്റെ എല്ലാ നിരാശകളെ നീക്കുകയാണ്. All the despairs he is taking away. Oh, hallelujah. Lift your hands and lift your voice. Hallelujah. Praise him, Lord.